ഇനി നമ്മൾ കാസർകോട്ടേക്കാണ് പോകുന്നത്. അവിടെ സാരംഗ് സുരേഷ് റെഡ്ഡിയാണ്. സാരംഗ്, വലിയ തോതിലുള്ള ആശങ്കപ്പെടുന്ന സാഹചര്യമാണോ നിലവിൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? സ്വാഭാവികമായിട്ടും ഈ മലയോര മേഖലകൾ ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് രീതിയിലാണ് അവിടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്? ഉമൈബാൻ, നിലവിലിപ്പോൾ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം രാവിലെ 7 മണി വരെയാണ് ജില്ലയിൽ റെഡ് അലർട്ട് ഉള്ളത്. എന്നാൽ കാസർഗോഡ്, കാഞ്ഞങ്ങാട് നഗരപ്രദേശങ്ങളെ വെച്ച് നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ മണിക്കൂറുകളായി മഴ പെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആകാശമൊക്കത്തിന് തെളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ മലയോരത്തതല്ല സ്ഥിതി. മലയോരത്ത് നമ്മൾ ഇന്നലെ കണ്ടതാണ്, തയ്യേനിയിലടക്കം 3 തവണ ഉരുൾപൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ക്യാമ്പുകൾ, നിരവധിയായ ക്യാമ്പുകൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 4 ക്യാമ്പുകളിലായി നിലവിൽ 185 പേരാണ് ജില്ലയിൽ വിവിധ ഇടങ്ങളിലായുള്ളത്. അതിൽ തന്നെ 54 പേർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തയ്യേനിയിലാണുള്ളത്. തയ്യേനി സ്വദേശികളാണ് അവരെല്ലാവരും തന്നെ. നിരവധി ആളുകൾ ബന്ധുവീടുകളിലേക്കും മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കരിന്തളം മേഖലകളിലൊക്കെ തന്നെ, കരിന്തളം മേഖല, അതോടൊപ്പം തന്നെ കമ്പലൂർ മേഖലയിലടക്കം കാര്യങ്കോട് പുഴയുമായി ചേർന്നുള്ള മേഖലകളിലൊക്കെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുഴയുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നടക്കമുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർ നൽകി കഴിഞ്ഞു. വേണമെങ്കിൽ ക്യാമ്പടക്കമുള്ള സംവിധാനങ്ങൾ ഇനിയും സജ്ജീകരിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ആ ഒരു വലിയ രീതിയിലുള്ള ശക്തമായ മഴ ജില്ലയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. എന്നിരുന്നാലും നേരത്തെ ഉമൈബാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയോര മേഖലകളിലേക്ക് അടക്കം ആളുകൾ വാഹനവുമായി ഇറങ്ങുന്നതിന് വലിയ നിയന്ത്രണം സ്വയം തന്നെ ഉണ്ടാക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം അത്രത്തോളം വലിയ രീതിയിൽ മണ്ണിടിച്ചിലടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മുൻകാലങ്ങളിലൊക്കെ തന്നെ പല രീതിയിലും മണ്ണിടിച്ചിലുണ്ടാവുകയും ആളുകൾക്ക് ജീവനാശമടക്കമുണ്ടായ സാഹചര്യങ്ങൾ മലയോര ഹൈവേയുമായി ചേർന്നുണ്ടായ പല മേഖലകളിലുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്കൊന്നും തന്നെ പരമാവധി പോവാതിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജില്ലയിലെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. പ്രധാനമായും റാണിപുരം ഹിൽ ടോപ്പ് പോലുള്ള പ്രധാനപ്പെട്ട ട്രക്കിംഗ് പോയിന്റുകൾ പരിപൂർണമായി അടച്ചിട്ടിരിക്കുകയാണ്. തീരദേശ മേഖലകളിലും അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളുണ്ട്. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞതിന് ശേഷം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾക്കൊന്നും തന്നെ കടൽ പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. തൊഴിലാളികൾ പ്രധാനമായും തന്നെ കോയിപ്പാടി, കടപ്പുറം പോലുള്ള മേഖലകൾ, ബേക്കൽ പോലുള്ള മേഖലകൾ, പള്ളിക്കര പോലുള്ള മേഖലകളിൽ നിന്നൊക്കെ തന്നെ ആളുകൾക്ക് വീടുകൾക്കടക്കം നാശനഷ്ടം ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായിരുന്നു. കടലാക്രമണവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും മത്സ്യബന്ധന യാനങ്ങൾക്കും മത്സ്യബന്ധന ഉപകരണങ്ങൾക്കും അടക്കം നാശനഷ്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കളക്ടർ അടക്കമുള്ള പ്രധാനപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ കണ്ടതാണ് കർണാടകയിലെ ഉൾവനങ്ങളിലും അതോടൊപ്പം തന്നെ തയ്യേനിയിലടക്കം ഉരുൾപൊട്ടിയിട്ടുള്ള ഇതിൻ്റെ ആ ഒരു പിന്നീടുണ്ടാകുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത് കാര്യങ്കോട് പുഴയുമായി ബന്ധപ്പെട്ടതാണ്. അത് പിന്നീട് പുഴ നീലേശ്വരം അതോടൊപ്പം തന്നെ ചെറുവത്തൂർ മേഖലയിലേക്കൊക്കെ തന്നെ എത്തുന്ന സമയത്ത് തുരുത്തുകളടക്കമുള്ളൊരു മേഖലയാണ്. ഉൾനാടൻ ജലഗതാഗതം അടക്കം ഏറെ സജീവമായുള്ളൊരു മേഖലയാണ്. ഉൾനാടൻ മത്സ്യബന്ധനം അടക്കം ഏറെ സജീവമായുള്ളൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ പുഴ ഏത് നിമിഷവും കരകവിഞ്ഞൊഴുകാനുള്ള സാധ്യതയൊക്കെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ ജാഗ്രത വേണം. ഭീമനടി സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആ ഒരു പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുകയാണ്.